എല്ലാവർക്കും നമസ്കാരം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കവിടെ ഒരു സംഭവം കാണുവാനായിട്ട് പറ്റും. അവിടെ നമ്മൾക്കറിയാം, അബ്രാഹമിൻ്റെ മകനായ ഇസഹാക്ക്, അല്ലേ? അബ്രാഹമിന് ദാസിയരുണ്ടായ ഇസ്മായേൽ വേറെയുണ്ട്, എന്നാൽ വാഗ്ദത്ത സന്തതി ഇസഹാക്കാണല്ലേ. അപ്പോൾ ഈ ഇസഹാക്കിൻ്റെ രണ്ട് മക്കളെക്കുറിച്ചൊക്കെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് പറ്റും 25-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ. ഇസഹാക്കിൻ്റെ ഭാര്യയാണ് റെബേക്ക. ആ റെബേക്കയ്ക്ക് അവരാദ്യം എന്തായിരുന്നു? മച്ചിയായിരുന്നു. അപ്പോൾ എന്താണ്, നമ്മളുടെ ഇസഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവൾക്ക് സന്താനങ്ങളെ കൊടുത്തു. അപ്പോൾ ഒരു സന്താനത്തില രണ്ടെണ്ണത്തിനെ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇരട്ടപ്പിള്ളേരായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ വയറ്റിൽ വെച്ചിട്ട് തന്നെ ഈ റെബേക്കയ്ക്ക് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇവർ തമ്മിൽ ഇങ്ങനെ അടിപിടിയാണോ എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. വയറ്റിലിങ്ങനെ തിക്കി എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ ഭയങ്കര അടിയായിരുന്നു. അതിൻ്റെ വയറ്റിനകത്ത് തന്നെ അവരെന്തൊക്കെയോ പിടിവലികൾ നടക്കുകയായിരുന്നു എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ റെബേക്ക എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താണ് ഇത് എന്ന് ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ ദൈവം പറയുകയാണ്, നിൻ്റെ വയറ്റിൽ രണ്ട് വംശങ്ങളാണ് ഉള്ളത്. എന്ന് വെച്ചാൽ രണ്ട് കുട്ടികളായിട്ടല്ല അവരെ ദൈവം കാണുന്നത്, രണ്ട് വംശങ്ങളാണ് ഉള്ളത്. അതിനകത്ത് വരുന്നത് ഇളയവൻ എന്ത് ചെയ്യും? മൂത്തവനെ സേവിക്കുമെന്ന് പറഞ്ഞു. അല്ല, മൂത്തവൻ എന്ത് ചെയ്യും? ഇളയവനെ സേവിക്കുമെന്നാണ് അവിടെ ദൈവം അവരോട് റെബേക്കയോട് പറയുവാനായിട്ട് ഇടയായി. എന്നിട്ട് കുഞ്ഞുങ്ങൾ രണ്ടും പുറത്തു വന്നപ്പോൾ എന്താണ്, ഈ ഇളയവൻ എന്ത് ചെയ്തിരിക്കുക? ഇളയവൻ മൂത്തവൻ്റെ കാലെ പിടിച്ചിരിക്കുക, കുതികാലെ പിടിച്ചിരിക്കുകയാണ്. അവന് മുൻപോട്ട് പോകുവാൻ കഴിയാതെ അവനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആർക്ക് മനസ്സിലായി? റെബേക്കയ്ക്ക് കാര്യം മനസ്സിലായി. ദൈവം ഓൾറെഡി റെബേക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്കറിയാം, അപ്പോൾ നമ്മൾ ഇവിടെ ദൈവം ഇവർ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ദൈവം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾക്കൊരു സംശയമൊക്കെ മനസ്സിലോട്ട് വരാം, അല്ലേ? ഇതെന്താണ് ഇങ്ങനെ രണ്ടുപേരും ഉദരത്തിൽ കിടക്കുമ്പോൾ, അതുങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ എന്താണ് ദൈവം ഇങ്ങനെ ഒരു പക്ഷഭേദത്തെക്കുറിച്ച് സംസാരിച്ചത്? അതായത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രയേലിനെയല്ല മൊത്തത്തിലല്ലേ, നമ്മളുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ എല്ലാവരും എങ്ങനെയാണ്? മൂത്തയാളാണ് പിന്നെ അപ്പൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം വഹിക്കുന്ന ആൾ. എന്ന് വെച്ചാൽ ഒരു ജ്യേഷ്ഠാവകാശം ആർക്കാണ്? മൂത്ത ആൾക്കാണ് ലഭിക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടെ എന്താണ് പ്രാധാന്യമുണ്ട്. ഈ ജ്യേഷ്ഠാവകാശത്തിനും ഭയങ്കര പ്രാധാന്യമുണ്ട് അവരുടെ പാരമ്പര്യത്തിലും. ഓക്കെ, അപ്പോൾ ദൈവം ഇവിടെ ആ പാരമ്പര്യത്തെ തന്നെ ഖണ്ഡിച്ചുകൊണ്ടാണ് റെബേക്കയോട് സംസാരിക്കുന്നത്. മൂത്തവൻ എന്ത് ചെയ്യും? ഇളയവനെ സേവിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ റെബേക്ക കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോയതൊന്നും നമ്മൾക്ക് അവിടെ കാണുന്നില്ല. എന്തായാലും ആ വിധി എന്ത് ചെയ്തു? റെബേക്ക അംഗീകരിച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾക്കത് വായിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, അല്ലേ? ഈ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ എന്താണ് ദൈവത്തിൻ്റെ ഒരു പക്ഷഭേദം അവിടെ വെളിപ്പെട്ടതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ വരും. എന്നാൽ അങ്ങനെയല്ല. അവിടെ എന്താണ്? അവിടെ ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവത്തിന് നമ്മളുടെ ആദ്യവും അന്ത്യവും ഒക്കെ ദൈവത്തിന് അറിയാം, അല്ലേ? നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മൾ ആരായിത്തീരും, നമ്മൾ എന്തായിത്തീരും എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ദൈവം അവിടെ റെബേക്കയോട് പറഞ്ഞത്, മൂത്തവൻ എന്ത് ചെയ്യും? ഇളയവനെ സേവിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾക്കറിയാം, കുഞ്ഞുങ്ങൾ വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. ഈ മൂത്തയാളെ ഏശാവെന്ന് പേരിട്ടു. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എന്താ പറയുക സ്വഭാവം എന്താണ്? അവൻ വേട്ടയ്ക്ക് പോവുക, ഇറച്ചി കൊണ്ടുവരിക, അത് നന്നായിട്ട് ഭക്ഷിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവക്കാരനായിരുന്നു. എന്നാൽ ഈ യാക്കോബ് എങ്ങനെയായിരുന്നു? യാക്കോബ് കൂടാരവാസിയായിരുന്നു. എന്ന് വെച്ചാൽ വീട്ടിനകത്ത് തന്നെ പുള്ളി ഇങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ്. അമ്മയുടെ പുറകെ നടന്ന് അപ്പൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ ഒരു എന്താ പറയുക സൗമ്യനായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യാക്കോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ സൗമ്യനായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സൗമ്യനായിട്ട് കുടുംബത്തിനകത്ത് അവനിങ്ങനെ ജീവിക്കുകയായിരുന്നു. എന്നാൽ ഏശാവ് എന്താണ്? അവൻ പുറത്തുപോയി വേട്ട മൃഗങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അപ്പനെ സന്തോഷിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഈ വേട്ട ഇറച്ചിയിൽ ആര് സന്തോഷിക്കപ്പെട്ടു? ഇസഹാക്ക് സന്തോഷിക്കപ്പെട്ടു. എന്നാൽ അമ്മയുടെ മനസ്സ് ആരോടെ പറ്റിച്ചേർന്നിരുന്നത്? ഇളയവനോടെ പറ്റിച്ചേർന്നിരുന്നത്. അത് ഇന്നും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇളയ മക്കളോട് അമ്മമാർക്കൊരു പ്രത്യേക സ്നേഹമുണ്ടല്ലേ? എനിവേ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് ഇളയവനോട് സ്നേഹം തോന്നുവാനുള്ള കാരണം എന്താണ്? അവൻ സൗമ്യനായിരുന്നു, കുടുംബത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവനായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് അവനോട് സ്നേഹം തോന്നി. പിന്നെ അതിൻ്റെ ശേഷം അവരുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾക്കറിയാം, ഏശാവ് എന്താണ് ഇങ്ങനെ ഒരു വക അച്ചടക്കമില്ലാത്ത സ്വഭാവത്തോടെയാണ് ഏശാവിൻ്റെ ജീവിതം മുൻപോട്ട് പോയതെന്ന് നമ്മൾക്കറിയാം. അവർ എന്താ പറയുക, വേറെ അന്യജാതിക്കാരിൽ നിന്ന് വിവാഹം കഴിക്കരുത് എന്നുള്ള നിയമത്തെയൊക്കെ അങ്ങ് കാറ്റിൽ പറത്തി അന്യജാതിക്കാരിൽ നിന്ന് വിവാഹം കഴിച്ചു. അവർ വന്ന് കുടുംബത്തിൽ വിഷയമുണ്ടാക്കി. അതൊക്കെ നമ്മൾക്ക് അവിടെ കാണാം. അങ്ങനെ റെബേക്ക ആകെ ഈ ഏശാവിനെ കൊണ്ട് മുഷിഞ്ഞതൊക്കെ നമ്മൾക്കറിയാം. ഓക്കെ,
എനിവേ എന്തായാലും ഇവിടെ വേറൊരു സംഭവം അവിടെ നടന്നിരിക്കുകയാണ്. ഈ വിവാഹമൊക്കെ നടക്കുന്നതിന് മുൻപേ വേറൊരു സംഭവം അവിടെ നടന്നിരിക്കുകയാണ്. നമ്മളുടെ ഏശാവ് പതിവ് പോലെ എങ്ങോട്ട് പോയി? വേട്ടയ്ക്ക് പോയി. വേട്ടയ്ക്ക് പോയിട്ട് പുള്ളി തിരിച്ചു വന്നപ്പോൾ എന്താണ്? പുള്ളിക്ക് വല്ലാതെ വിശന്നിരിക്കുകയാണ്. അപ്പോൾ വിശന്നിരിക്കുമ്പോൾ പുള്ളി എന്ത് ചെയ്തു? പായസത്തിൻ്റെ മണം അടുക്കളയിൽ നിന്ന് വന്നു. അപ്പോൾ ഈ പായസം ഉണ്ടാക്കിയ ആളാരാ? യാക്കോബ് പായസം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഏശാവ് പറഞ്ഞു, നിൻ്റെ ആ ചുവന്ന പായസത്തെക്കുറിച്ച് അതെനിക്ക് കുറച്ച് തരുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ യാക്കോബ് പറയുകയാണ്, നീ നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരുവാണെങ്കിൽ ഈ ചുവന്ന പായസം നിനക്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞു. അവിടെയാണ് കേട്ടോ ഒരു ദൂത് മറഞ്ഞു കിടപ്പുണ്ടേ. ഇവിടെ ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടി, ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ഇസ്രയേലിൻ്റെ പാരമ്പര്യം എടുത്താലും അല്ലാതെ നോക്കിയാലും അതൊരു ഒരു പദവിയാണ്. അപ്പൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ആർക്കാണ്? ഈ ജ്യേഷ്ഠനാര് വരുന്നത്. ഓക്കെ, ജ്യേഷ്ഠൻ്റെ കീഴിലാണ് പിന്നെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ വളർന്നു വരേണ്ടത്. അവരെയൊക്കെ ഭരിക്കുന്ന ആ ഒരു ജ്യേഷ്ഠാവകാശം ആർക്കുണ്ട്? ഈ ജ്യേഷ്ഠനുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? കേവലം ഒരു വിശപ്പിൻ്റെ പേരിൽ ഈ യേശാവ് എന്ത് ചെയ്തിരിക്കുകയാണ്? യേശാവ് ആ ജ്യേഷ്ഠാവകാശം അങ്ങ് കൊടുത്തിരിക്കുകയാണ്. യേശാവ് പറഞ്ഞിരിക്കുകയാണ്, ഞാനിങ്ങനെ മരിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ വിശപ്പിൻ്റെ കാഠിന്യതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാതെ വിശന്ന് മരിക്കാൻ പോകുമെന്നല്ല. നമ്മൾ പറയുമല്ലോ, വിശന്ന് ഞാനിപ്പോൾ മരിച്ചു പോകുമെന്ന് പറയും. എന്ന് വെച്ചാൽ ആ വിശപ്പിൻ്റെ തീവ്രത. ഓക്കെ, അപ്പോൾ അത്രയും തീവ്രമായി വിശന്നിരിക്കുമ്പോൾ യേശാവ് എന്ത് ചെയ്തിരിക്കുകയാണ്? കേവലം ഒരു ചുവന്ന പായസത്തിന് വേണ്ടിയിട്ട് യേശാവ് എന്ത് ചെയ്തിരിക്കുകയാണ്? തൻ്റെ ജ്യേഷ്ഠാവകാശം അനിയൻ അങ്ങ് കൈമാറി, അങ്ങ് വിട്ടുകൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്രയും ശ്രേഷ്ഠമായ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന, അല്ലെങ്കിൽ പാരമ്പര്യമായി തന്നിരിക്കുന്ന ആ ഒരു അവകാശത്തെ എന്താണ്? അതിനെ അങ്ങ് വെറും ഒരു പുല്ലുവില അതിന് കൊടുത്തിട്ട് കേവലം ഒരു പായസത്തിന് വേണ്ടി ആ ഒരു സ്ഥാനം ഒക്കെ അവിടെ ഉപേക്ഷിക്കുന്ന ഒരു യേശാവിനെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൂത് എന്താണ്? ദൈവം നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ആ ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഉത്തരവാദിത്തങ്ങളും ഒപ്പം ആത്മീയമായ അനുഗ്രഹങ്ങളും ഇതൊക്കെ നമ്മൾ നിസ്സാരമെന്നെണ്ണി കേവലം ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനെയൊക്കെ നമ്മൾ തള്ളിക്കളയുമ്പോൾ, അല്ലെങ്കിൽ അതിനെ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയുമ്പോൾ എന്താണ്? നമ്മൾക്ക് എന്നേക്കുമായിട്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ അതിനകത്തെ ദൂത് എന്താണ്? ദൂത് ഇതാണ്. അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ ചെറിയ അനുഗ്രഹങ്ങൾ ദൈവം നമ്മൾക്ക് തരുന്നതും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം, നമ്മളുടെ ഉത്തരവാദിത്വമൊക്കെ ആര് നോക്കുന്നുണ്ട്? ദൈവം ഉറ്റു നോക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനെ എത്രത്തോളം ഉത്തരവാദിത്വത്തോടെ നമ്മളതിനെ കൈകാര്യം ചെയ്യുന്നു, നമ്മളതിനെ സൂക്ഷിക്കുന്നു എന്ന് ദൈവം നോക്കിയിട്ടാണ് അതിനെ കഴിഞ്ഞും ശ്രേഷ്ഠമായത് ദൈവം നമ്മൾക്ക് തരിക. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഒരു ചെറിയതല്ലേ, ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ അതിനെയൊക്കെ ഒന്ന് തള്ളിക്കളയും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആത്മീയത്തിൽ എടുത്തു നോക്കുമ്പോൾ പ്രാർത്ഥിക്കുവാനുള്ളൊരു കൃപ മാത്രമായിരിക്കും ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത്. അത് വലിയ കൃപയാണ്. നമ്മൾക്കത് തിരിച്ചറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുന്നതല്ലേ, ഇനിയിപ്പോൾ അതൊന്ന് കുറച്ച് മാറ്റി വെച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥനയുടെ സമയങ്ങളൊക്കെ കുറച്ച് നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഓടിപ്പോകും. അപ്പോൾ ഓടിപ്പോകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രാർത്ഥന നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആത്മീയ നന്മകൾ നഷ്ടപ്പെട്ടു തുടങ്ങും. ആത്മീയ നന്മകൾ നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഭൗതിക നന്മകൾ നഷ്ടമാകും. ആദ്യം നമ്മൾ വിചാരിച്ചൊരു നിസ്സാരമായ പ്രാർത്ഥനയല്ലേ, അതൊന്ന് മാറ്റിവെക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വേറെ കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടിപ്പോകും. ഇവിടെ ആര് നോക്കുന്നുണ്ട്? പ്രാർത്ഥനയുടെ കൃപ പകർന്ന ദൈവം നമ്മളെ നോക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അത് നമ്മൾക്ക് നഷ്ടപ്പെട്ട് ഓരോരുത്തരും നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണമല്ലേ. നമ്മളുടെ നമ്മൾക്ക് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥനയുടെ അനുഭവങ്ങളും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പിടിക്കാൻ എന്തോരം കഷ്ടപ്പാടല്ലേ. ഒരുപാട് കഷ്ടപ്പാടാണ് അതൊന്ന് തിരിച്ചു പിടിക്കണമെങ്കിൽ. ഒത്തിരി വില മുടക്കിയാലേ അത് നമ്മൾക്ക് തിരിച്ചു ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടെ നമ്മളത് കൈകാര്യം ചെയ്ത് സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും പല നന്മകളിലോട്ട് നമ്മൾ എത്തപ്പെടാത്തതും. ചെറുതെന്ന് പറഞ്ഞ് നിസ്സാരമാക്കി നമ്മൾ കളയാതെ അതിനെ നമ്മൾ സൂക്ഷിക്കുന്നതിനനുസരിച്ചും വലിയ വലിയ കൃപകളും കൃപാവരങ്ങളും നന്മകളും ഒക്കെ ദൈവം നമ്മൾക്ക് തരും. ഓർക്കുക, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഒരു ചെറുതാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രാർത്ഥന നമ്മളുടെ അധികരിച്ചു കഴിയുമ്പോൾ, അതായത് പ്രാർത്ഥന ശക്തിപ്പെട്ട് കഴിയുമ്പോഴാണ് കൃപാവരങ്ങൾ ലഭിക്കുന്നത്, ആത്മീയ അനുഭവങ്ങൾ ലഭിക്കുന്നത്. ഇനി ആത്മീയ അനുഭവങ്ങളിൽ നമ്മൾ തികഞ്ഞു വരുമ്പോഴാണ് ഭൗതിക നന്മകളും ദൈവം നമ്മൾക്ക് തരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മളുടെ
ദൂത് ഇതാണ്. ദൈവം തരുന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനെ ദൈവം തരുന്നതിനനുസരിച്ച് അതിനെ നമ്മൾ സൂക്ഷിക്കുക. അതല്ലേ നമ്മൾ താലന്തിൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഒരു താലന്ത് ലഭിച്ചവനും 2 താലന്ത് ലഭിച്ചവനും 5 താലന്ത് ലഭിച്ചവനും ഒക്കെ നമ്മൾ കണ്ടു. അവിടെ 5 താലന്ത് ലഭിച്ചവനാണ് ആ 1 താലന്ത് കൂടെ എടുത്തു കൊടുത്തത്. എന്ന് വെച്ചാൽ ദൈവം തരുന്നതിനെ നമ്മൾ എത്രത്തോളം അതിനെ നമ്മൾ എന്താ പറയുക, നമ്മൾ നന്നായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കിയാണ് ദൈവം അടുത്ത നന്മകളും കൂടെ നമ്മൾക്ക് തരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അല്ലാതെ ഭൗതിക നന്മകൾക്ക് വേണ്ടി ആത്മീയ നന്മകളെ നമ്മൾ നഷ്ടമാക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്താണ്? ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളും അതിൽ നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതിനകത്ത് വിശ്വസ്തയോടെ നിന്നാൽ അതിൽ കൂടുതൽ ദൈവം നമ്മളെ ഏൽപ്പിക്കുവാനായിട്ട് ഇടയാകും. ഇല്ല എങ്കിൽ ഉള്ളതും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ ഇത് കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കുവാനുള്ളത് എന്താണെന്നറിയാവോ? നമ്മൾക്ക് ചിലപ്പോൾ നമ്മളുടെ പിടിപ്പുകേട് കൊണ്ട്, നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഒരു ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് പല നന്മകളും നമ്മൾക്ക് നഷ്ടമായിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് മാപ്പപേക്ഷിക്കുക. എന്നിട്ട് ആ നഷ്ടപ്പെട്ടു പോയ നന്മകളെ കർത്താവ് എനിക്കൊന്ന് മടക്കി തരണമെന്നും ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം അത് നമ്മൾക്ക് മടക്കി തരുവാനായിട്ട് ഇടയാകും. ഇതാണ് ഒന്നാമത്തേത്. ഇത് നഷ്ടപ്പെട്ടു പോയ ചില നന്മകൾ, ആത്മീയ നന്മകൾ, ഭൗതിക നന്മകളൊക്കെ ദൈവം നമ്മൾക്ക് മടക്കി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുക. അതിന് ഉത്തരവാദിത്തം, പ്രാധാന്യം തിരിച്ചറിഞ്ഞും അത് നമ്മൾ ദൈവത്തോട് വീണ്ടും ചോദിച്ച് അതിനെ നമ്മൾ സ്വീകരിക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ദൈവം ഏൽപ്പിക്കുന്നത് ഉത്തരവാദിത്തം നമ്മൾക്കുണ്ടാകണം. അത് പ്രാർത്ഥനയാകട്ടെ, ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, ചെറിയ ജോലിയായിരിക്കാം, ചെറിയ വിദ്യാഭ്യാസമായിരിക്കാം, അതിലൊക്കെ നമ്മൾ വിശ്വസ്തയോടെ നിന്നു കഴിഞ്ഞാൽ അതിലും ദൈവം നമ്മളെ വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു മറ്റൊരു സന്ദേശവും കൂടെ ദൈവം നമ്മൾക്ക് തരികയാണെന്ന് വെച്ചാൽ ഉത്തരവാദിത്തത്തോടെ നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു വാണിംഗും കൂടെ ദൈവം നമ്മൾക്ക് തരികയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഈ യാക്കോബിൻ്റെയും ഏശാവിൻ്റെ മറ്റൊരു പാഠം എന്താണ് അല്ലേ? നമ്മളുടെ ഒരു സംശയങ്ങൾക്കുള്ള ഉത്തരവും കൂടിയാണ്. ഇവരിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ആർക്കറിയാമായിരുന്നു? ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ദൈവം റെബേക്കയോട് പറഞ്ഞത് മൂത്തവൻ എന്ത് ചെയ്യും, ഇളയവനെ സേവിക്കുമെന്ന് പറഞ്ഞത്. ദൈവത്തിന് ഇത് മുൻകൂട്ടി അറിയാമായിരുന്നു. ഇവരുടെ ജീവിതം ഈ വഴിക്കാണ് നീങ്ങുന്നതെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം ആദ്യം തന്നെ എന്താ പറയുക, റെബേക്കയോടും ദൈവം അത് സംസാരിക്കുവാനായിട്ട് ഇടയായത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മളുടെ ദൈവം എന്താണ്? ദൈവം ആദ്യനും അന്തിനുമാണ് അല്ലേ? വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം ആദ്യനും അന്തിനുമാണ്. അപ്പോൾ ദൈവത്തിന് നമ്മളുടെ ആദ്യവും അറിയാം, അന്തവും അറിയാം, എല്ലാം അവസാനവും ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം ആ ഒരു അറിവ് വെച്ചിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു പരിജ്ഞാനം വെച്ചിട്ട് തന്നെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ കൂടി കയറി വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാം, ഇനി അടുത്തതുണ്ട്. നമ്മളുടെ ഒന്നുമില്ലാത്ത ശൂന്യമായിരിക്കുന്ന അവസ്ഥയെ നോക്കിയിട്ടായിരിക്കും ചില വലിയ വലിയ പ്രവചനങ്ങൾ നമ്മൾ കേൾക്കുന്നത് അല്ലേ? അപ്പോൾ ആ പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ, എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ ആ മേഖലയിൽ എത്തപ്പെടുമോ, അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ ഞാൻ എത്തപ്പെടുമോ എന്ന് നമ്മൾക്ക് സംശയം വരാം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. എന്താണ്? നമ്മളുടെ അവസ്ഥകളെ, ഇന്നുള്ള അവസ്ഥകളെ നമ്മൾ നോക്കണ്ട. നമ്മളുടെ നാളുകളെ ദൈവത്തിന് അറിയാം. നമ്മൾ നാളെ എന്തായി തീരുമെന്ന് ദൈവത്തിന് അറിയാം. അതാണ് ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ, ആലോചനകൾ, വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചതൊക്കെ നമ്മളങ്ങ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് കണ്ണുമടച്ചങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണ്. കാരണം നമ്മളുടെ ഇന്നുകളെയും നാളുകളെയും എന്താ പറയുക, ഇന്നലകളെയും എല്ലാം അറിയുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവമെന്നും നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഫൈനലി ഞാൻ ഒന്നും കൂടി ഒരു കൺക്ലൂഷൻ തരാം. ഒന്നെന്താണ്? നമ്മൾക്ക് ദൈവം തരുന്ന ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ അനുഗ്രഹങ്ങളെ ഒത്തിരി സൂക്ഷ്മതയോടെ, ഉത്തരവാദിത്തത്തോടെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുക. ഒന്ന്. രണ്ടാമത് എന്താണ്? അത് നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ സൂക്ഷിക്കുക. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മാപ്പ് പറഞ്ഞ് നമ്മൾ എന്താകണം? ആ നഷ്ടപ്പെട്ടു പോയ നന്മകളെ, അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ, തിരികെ പിടിക്കുവാൻ നമ്മൾ തയ്യാറാകുക. ഇനി മൂന്നെന്താണ്? നമ്മളുടെ അവസ്ഥകൾ ഏതുമാകട്ടെ, ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തമാണ് വലുത്. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക, അതിൽ നമ്മൾ വിശ്വസിക്കുക, അത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.